ഞാൻ ആരോടും ചോദിക്കാതെ കൊടുത്തതാണ് 1,00,000 രൂപ. ആരോടും ചോദിച്ചില്ല, ബാങ്കിൽ നിന്ന് എടുത്തു കൊടുത്തു. അങ്ങനെ അതിന്റെ കാവലിരിക്കും ഇതൊക്കെ. അതെ, ഇങ്ങനെ. എന്തായാലും ഈ പുണ്യ റമദാൻ നാളിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. പട്ടിണി കിടക്കുന്ന, രോഗത്തിൽ വലയുന്ന, വലിയ വേദനയിൽ സങ്കടത്തോടെ നിൽക്കുന്ന ഒരു കുടുംബത്തെ ചേർത്ത് പിടിക്കുക, ആ കുടുംബത്തിന് ഒരു ആശ്വാസപരമായിട്ടുള്ള സഹായം നൽകാൻ സാധിക്കുക. ഇതിനൊക്കെ സഹായം നൽകാനുള്ള മനസ്സ് കാണിക്കുന്ന ഓരോരുത്തർക്കും പടച്ചോൻ അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടുകൂടി ഞാൻ ചെക്ക് കൈമാറും. സഹായിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. കാണുന്നില്ലേ നിങ്ങള് വീടിന്റെ ഒരു അവസ്ഥയൊക്കെ അല്ലേ? പിന്നെ നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ പറയുന്നതാണോ? ഇല്ല, ഞാനല്ലാണ്ട് വേറെ ആരാ താമസിക്കുന്ന കാലത്ത് അത്രയും ഒരു അവസ്ഥയിലാണ് ഞാൻ പോകുന്നത്. കേട്ടോ, നമ്മളൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ ചാവശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്ത് ഉഷേച്ചിയുടെ വീട്ടിലാണ്. ഉഷേച്ചി ഇന്നലെ മുതൽ വാട്സപ്പിൽ വലിയ രീതിയിൽ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് വോയിസുകൾ ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കുക. അസുഖമാണ്, ചികിത്സിക്കാൻ യാതൊരു നിവൃത്തിയില്ല, ഡോക്ടർ ഒരു MRI സ്കാന് പറഞ്ഞിട്ടുണ്ട്, യാതൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് വോയിസ് വിടുന്നത്, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് നിരന്തരം ഇങ്ങനെ വോയിസ് വിട്ടതിൻ്റെ പ്രകാരമാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയത്. ഇപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് ഉഷേച്ചിയോട് സംസാരിച്ചപ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു സങ്കടം തോന്നി. ഇവിടെ 3000 രൂപക്ക് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഈ ഒരു വാടക വീട്ടിൽ വാടക നൽകാൻ സാധിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഈ ഒരു വീട്ടിൻ്റെ ഓണർ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് ആ ഒരു കാര്യം കേട്ടതിൽ പിന്നെയാണ് മനസ്സിനൊരു ഷോക്ക് വന്ന് തലയിൽ ബ്ലഡ് ക്ലോട്ടായ ഒരു അവസ്ഥയിലാണ്. ചികിത്സിക്കാൻ മാർഗ്ഗമില്ലാത്തത് കൊണ്ട്, MRI സ്കാന് എടുക്കാൻ യാതൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നമ്മളെ വോയിസ് വിട്ട ഈ ഉഷേച്ചിയുടെ വീട്ടിലാണുള്ളത്. പ്രിയപ്പെട്ടവരെ, ഉഷേച്ചി പറഞ്ഞൊരു വാക്ക് വല്ലാതെ മനസ്സിൽ സ്പർശിച്ചു. എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാണ്ട് പോലും ഞാൻ കുറച്ച് മുമ്പേ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് 1,00,000 രൂപ എൻ്റെ കൈകൊണ്ട് സഹായിച്ചതാണ്. അത്രയും സഹായിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ സാഹചര്യം ഇപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല. ഇവിടെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടാണ്. അടുക്കളയിൽ നോക്കിയാലോ എല്ലാം ശൂന്യതയാണ്. വല്ലാത്തൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ ഉടനെ നമ്മളെത്തി അടിയന്തര ഒരു പരിഹാരം എന്നുള്ള നിലയിൽ അവർക്ക് ഭക്ഷണത്തിനും അതോടൊപ്പം MRI സ്കാൻ ചെയ്യാനുള്ള തുക അമർഷാൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നൽകുകയാണ്. സഹകരിച്ച ഇതിനുവേണ്ടി പ്രാർത്ഥനയോടെ കൂടെ നിൽക്കുന്ന ഓരോരുത്തർക്കും പടച്ചോൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇതുപോലുള്ള അർഹതപ്പെട്ട വളരെ വേദനയിൽ കഴിയുന്ന അസുഖത്തിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളെ അവർക്ക് ആവശ്യമായ സഹായം നൽകാനുള്ള ഒരു പരിശ്രമത്തോട് കൂടിയിട്ടുള്ള ഒരു കാരുണ്യ യാത്രയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം. പ്രാർത്ഥനയോടുകൂടി ഉഷേച്ചിക്ക് ചെക്ക് കൈമാറുകയാണ്. ഉഷേച്ചിക്ക് എന്ത് പറയാനുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ വല്ലാണ്ട് കരഞ്ഞ് അല്ലേ? പിന്നെ ഒന്നാമത് എനിക്ക് സംസാരിക്കാനും വയ്യ, വിഷമാണ്. എന്തിനാ വിഷമിക്കുന്നത്? നമ്മളൊക്കെ ഇല്ല ഇവിടെ. ഇനി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, പ്രാർത്ഥിക്കുക, സങ്കടപ്പെടണ്ട കേട്ടാ. സങ്കടമൊന്നും വേണ്ട, ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ പോയിട്ട് ടെസ്റ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടായാൽ നിങ്ങൾക്ക് സഹായം നമ്മൾ ചെയ്യും കേട്ടോ. കരയരുത് കേട്ടാ. ഇനി കരഞ്ഞ് വോയിസ് അയക്കരുത്, കരഞ്ഞ് ഫോൺ വിളിക്കരുത് കേട്ടാ. സന്തോഷമായിരിക്കട്ടെ. കാരണം നിങ്ങൾ പറഞ്ഞ ആ വാക്ക് എനിക്ക് വല്ലാണ്ട് സന്തോഷമായി. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ട് എനിക്ക് അതുകൊണ്ട് 2 സെൻറ്റ് സ്ഥലമെങ്കിലും വാങ്ങായിരുന്നു. പക്ഷെ ആ ക്യാൻസർ രോഗിൻ്റെ ആ രോഗത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനുവേണ്ടി ഞാൻ സഹായിച്ചത്. ആ മനസ്സൊന്നും നിലനിൽക്കട്ടെ. ആ മനസ്സുള്ളിടത്തോളം കാലം പടച്ചവൻ്റെ കാവലുണ്ടാവും. ആ കാവലിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ നമുക്കിവിടെ എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ മനസ്സിലാക്കുക കേട്ടാ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെ അത്. ഞാൻ ആരോടും ചോദിക്കാതെ കൊടുത്തതാണ് 1,00,000 രൂപ. ആരോടും ചോദിച്ചില്ല, ബാങ്കിൽ നിന്ന് എടുത്തു കൊടുത്തു. അങ്ങനെ അതിന്റെ കാവലിരിക്കും ഇതൊക്കെ. അതെ, ഇങ്ങനെ. എന്തായാലും ഈ പുണ്യ റമദാൻ നാളിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. പട്ടിണി കിടക്കുന്ന, രോഗത്തിൽ വലയുന്ന, വലിയ വേദനയിൽ സങ്കടത്തോടെ നിൽക്കുന്ന ഒരു കുടുംബത്തെ ചേർത്ത് പിടിക്കുക, ആ കുടുംബത്തിന് ഒരു ആശ്വാസപരമായിട്ടുള്ള സഹായം നൽകാൻ സാധിക്കുക. ഇതിനൊക്കെ സഹായം നൽകാനുള്ള മനസ്സ് കാണിക്കുന്ന ഓരോരുത്തർക്കും പടച്ചോൻ അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടുകൂടി ഞാൻ ചെക്ക് കൈമാറും. സഹായിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. കാണുന്നില്ലേ നിങ്ങള് വീടിന്റെ ഒരു അവസ്ഥയൊക്കെ അല്ലേ? പിന്നെ നിങ്ങൾ കാണുന്നില്ലേ,
ഞാൻ പറയുന്നതാണോ ഇതിൽ ഞാനല്ലാണ്ട് വേറെ ആരാ താമസിക്കുന്ന കാലത്ത് അത്രയും ഒരു അവസ്ഥയിലാണ് ഞാൻ പോകുന്നത്. ടെൻഷൻ ഒന്നാട്ടെ കേട്ടോ, നമ്മളൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ. ഓക്കെ.